നമ്മുടെ ഇന്ത്യയിൽ ഈ കെയർ വർക്കർ എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അവരെയൊക്കെ നമ്മൾ ഭയങ്കര താഴ്ത്തിയാണ് കാണുന്നത്. ഒരു ഡോർമെറ്ററി പോലൊരു സംഭവം അവിടെ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല വിവേചനമുണ്ട്. പകൽ വീടുണ്ടെന്ന് പറയുന്നുണ്ട്, ഓൾഡ് ഏജ് ഹോം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ പോയവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയോ? കുറെ നല്ല ആരോഗ്യമുള്ള കോളേജ് പിള്ളേരും അവരൂരൊക്കെയല്ലേ ഇരിക്കണത്. ജോലിയുണ്ട്, ശമ്പളമുണ്ട്, വരുമാനമുണ്ട്. കടയിൽ കയറി ബർഗർ ഓർഡർ ചെയ്തു, അത് ഓർഡർ ചെയ്തു, മൂന്നാർ പോയി, ഗോവയിൽ പോയി അടിച്ചു പൊളിച്ചു, റീൽസ് കൂട്ടു, ആരും ഭംഗി. ഇപ്പൊ എന്റെ 2 പിള്ളേരുണ്ട്, രണ്ടും എവിടെയാന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ ഇവിടെ അറിയാ, പക്ഷെ അതുകൊണ്ട് അർത്ഥമില്ല. അവർക്ക് നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഫ്ലൈറ്റ് എടുത്തിട്ട് ഇവിടെ എത്താന്നല്ലാതെ അപ്പോഴേക്കും ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ലേ? വയസ്സായിട്ടുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസിലില്ല. ഇവിടെ പിള്ളേർക്ക് നോക്കാൻ പെഡോളജി ഉണ്ട്, ഓൺകോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, എല്ലാം ഉണ്ട്. വയസ്സന്മാരെ നോക്കാനായിട്ടുള്ള സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്? സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മെഡിസിൻ ഒരു യൂറോപ്യൻ കൺട്രിയിൽ അങ്ങനെ യൂറോപ്പിലും US-ലും ജിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ ദിവസം മറ്റേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാ, 25 നായ്ക്കൾക്ക് വിഷം കൊടുത്തു കൊന്നത്. കഷ്ടമുണ്ടല്ലേ, അവരും ഈ ഭൂമിയിൽ അവകാശിടഞ്ഞല്ലേ. എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് പട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും പറ്റില്ല. റോട്ടിൽ കൂടെ നടക്കാൻ പറ്റില്ല കുട്ടികൾക്ക്, വയസ്സായ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഗതി കെട്ടിട്ടായിരിക്കും ഓരോരുത്തർ ചെയ്യുന്നത്. എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ജീവൻ എടുക്കാനുള്ളതൊക്കെ നമ്മുടെ ജീവൻ നോക്കിയിട്ടല്ലേ. അതെ, ഇതൊക്കെ പറയില്ലേ. ഞാൻ 2 ദിവസം മുമ്പ് സ്കൂട്ടർ പോകുമ്പോ ഒരു വൈകുന്നേരം ഒരു 7 മണിയായിട്ടുണ്ട്. ഒരുത്തൻ പിന്നാലെ കുറച്ച് വന്നു. ഗട്ടറിലൊക്കെ പോയി ചാടിയാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് കഷ്ടല്ലേ. അത് പട്ടികളുടെ ഒരു അവസാനം വേണമെന്നുള്ളത് ഉറപ്പന്നെ. അതെ, അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യാം, വന്ധീകരണം ചെയ്യാം. വന്ധീകരണം ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി. അതെ, വേറെ കാര്യം കേട്ടാ, ഇത് മനുഷ്യർക്ക് ബാധക. മനുഷ്യരെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല. വന്ധീകരണം ഒന്നും ചെയ്യാണ്ട് തന്നെ ഇപ്പൊ ആരും കുട്ടികളെ ഉണ്ടാക്കണില്ല. വന്ധീകരണത്തിന്റെ ആവശ്യമില്ല. അതിനിപ്പോഴത്തെ പിള്ളേർക്ക് കല്യാണവും കഴിക്കണ്ട, മക്കളും വേണ്ട. അവർക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാ പോരെ. സൂചിച്ച് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, വരുമാനമുണ്ട്. കടയിൽ കയറി ബർഗർ ഓർഡർ ചെയ്തു, അത് ഓർഡർ ചെയ്തു, മൂന്നാർ പോയി, ഗോവയിൽ പോയി അടിച്ചു പൊളിച്ചു, റീൽസ് കൂട്ടു, ആരും ഭംഗി. ഭാവിയിൽ വയസ്സന്മാരുടെ സ്ഥിതി എന്താവുന്ന ഇവര് ഒരാളും ചിന്തിക്കില്ല. അതങ്ങനെ ഇപ്പൊ വയസ്സായിട്ടില്ലല്ലോ. എൻ്റെ ദൈവം, എനിക്ക് വയസ്സായപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി. 65 വയസ്സായി, പക്ഷെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാല് ഒന്ന് കയറാൻ പറ്റില്ല, ബസ്സിൽ പിടിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ആകെ തകടം പറഞ്ഞു. ബസ്സിൽ കയറിയിട്ട് എന്താ കാര്യം? ഒരു സീറ്റ് കിട്ടോ മനുഷ്യനിരിക്കാൻ? എവിടുന്ന് വയസ്സായവർക്കെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണേ. ആ സീറ്റിലൊക്കെ കയറിയിരിക്കണ ആരാ? കുറെ നല്ല ആരോഗ്യമുള്ള കോളേജ് പിള്ളേരും അവരൂരൊക്കെയല്ലേ ഇരിക്കണത്. നമ്മൾ ഇത്രയെങ്കിലും സൗകര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഒക്കെ കാലം വരുമ്പോ എന്തുണ്ടാവും ഇവിടെ. അതെ അതെ അതെ. നീ പറയുന്നത് നീ വയസ്സനാവുമ്പോ അതിനൊരു 40 കൊല്ലം മിനിമം പിടിച്ചോ. അതിനെന്താ, എനിക്ക് ജീവിക്കണ്ടേ 40 കൊല്ലം കഴിഞ്ഞു ഇവിടെ. ഞാൻ നോക്കുന്നത് ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ 10% വയസ്സുള്ള ആൾക്കാരാണ്. ഈ 2050 ആകുമ്പോൾ അത് 20% മാറും. ഇവിടുത്തെ ഉള്ള നേഴ്സുമാര്, കെയർ ടേക്കേഴ്സ്, ഇവരൊക്കെ പുറത്തേക്കല്ലേ പോകുന്നേ. ഞങ്ങളാരും നോക്കും? റോബോട്ട് നോക്കും. അല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കല്യാണവും കഴിക്കേണ്ടെന്നുള്ള ഒരു ധാരണയിൽ എത്തിരിക്കുക. കല്യാണം വേണ്ട, അടിച്ചു പൊടിച്ച് ജീവിക്കുക, നല്ല ജോലി, നല്ല ശമ്പളം, ഫുള്ള് വിനോദങ്ങൾ, അത് മാത്രം. ഒരിക്കലും എൻ്റെ മക്കളെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഗവൺമെൻറ് എന്നെ ഏറ്റെടുത്തോളണം. അതാണ് ഞാൻ നോക്കുന്നത്. നമ്മളുടെ അക്കൗണ്ടിൽ നല്ല സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, നോക്കാൻ ആളുണ്ടാവും. അല്ലെങ്കിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ US-ലും UK-ലും ഒക്കെ അങ്ങനെയല്ല ചെയ്യുന്നത്. അവിടെ 15 വയസ്സാകുമ്പോൾ പിള്ളേരായിരുന്നു. മാതാപിതാക്കൾ ഒറ്റയ്ക്ക് അവരാരെ നോക്കണേ? അവിടുത്തെ ഗവൺമെൻറ്റാണ് നോക്കണേ. അതിന് വേറെ കാര്യമുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് പൊതുജനത്തിന് മൊത്തത്തിലാണ്. ഇവിടുത്തെ മാതിരി പൈസ ഉള്ളവൻ പൈസ ഇല്ലാത്തവൻ, പൈസ ഉള്ളവൻ ഇൻഷുറൻസ് എടുത്തു, പൈസ ഇല്ലാത്തവൻ ഇൻഷുറൻസ് ഇല്ല, അങ്ങനെയല്ല. അവിടെ എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ എല്ലാവരും ബാധകമായാലല്ലേ അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പൈസ ഉള്ളവർ മാത്രം അവസാന കാലം ജീവിച്ചാൽ മതിയാ? അതെന്താ? അത് ശരിയാവില്ല. ഇവിടെ നല്ല വിവേചനമുണ്ട്. പകൽ വീടുണ്ടെന്ന് പറയുന്നുണ്ട്, ഓൾഡ് ഏജ് ഹോം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ പോയവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയോ? ഈ പകൽ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് വയസ്സായി കിടക്കുന്ന ആൾക്കാരെ ആര് കൊണ്ടുപോകാനാ? അത് നടക്കാൻ പറ്റുന്ന സമയത്ത് അതൊന്നല്ല. ഗവൺമെൻറ് കോളേജിൽ എന്ന് പറഞ്ഞു എൻ്റെ ഒരു ബന്ധു, അടുത്ത ബന്ധു 29 ദിവസം അവിടെ കിടന്നിട്ടാണ് ഊഴമനുസരിച്ച് വലിയ പറച്ചിലൊക്കെ പറിച്ച് കാലൊന്ന് ഓപ്പറേഷൻ ചെയ്തു. അതാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ കേട്ടില്ലേ കത്രിക വയറ്റി വെച്ച സംഭവം? അതപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോണിനെ പോലുള്ളവരൊക്കെ ചിന്തിക്കണം. ഞങ്ങളുടെ കാലം കഴിഞ്ഞു, നമുക്ക് കുറച്ചുള്ളൂ. അല്ല, ഇപ്പോൾ ഉള്ളവരെ സംബന്ധിച്ച് സൗജന്യമായിട്ട് ഭക്ഷണവും മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്.
ഞങ്ങളുടെ ഭാവിയിൽ വരുമ്പോഴുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയണം. എടുത്ത് തരാൻ ഒരാൾ വേണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോ ആരെങ്കിലൊക്കെ ഉണ്ട്, കെയർ ടേക്കറൊക്കെ ഉണ്ട്, എടുത്തു തന്നു. നിങ്ങളുടെ കാലത്ത് ഈ കെയർ ടേക്കറിന് ഇപ്പോ പുതിയ തലമുറ ഇല്ലാണ്ടാവുമ്പോ എങ്ങനെ കെയർ ടേക്കർ ഉണ്ടാവുക? അതാ ഞാൻ നേരത്തെ റോബോട്ടിന്റെ കാര്യം പറഞ്ഞത്. അതെ അതെ, ഞാൻ നോക്കുമ്പോ ഇപ്പൊ ജപ്പാനിലൊക്കെ ഉണ്ടല്ലോ, റോബോട്ടിക്സിനാണ് അവർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്. അവിടെ സ്മാർട്ട് ഹോംസ് ആണ്. ആ സ്മാർട്ട് ഹോംസിൽ അവർക്ക് അവരുടെ റോബോട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫോൾ സെൻസർ ഉണ്ട്. ഒരാൾ വീഴാൻ പോവാണെങ്കിൽ തന്നെ സെൻസർ ക്യാച്ച് ചെയ്യും. ഒന്നെങ്കിൽ അവരുടെ ഡേറ്റ അവരുടെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവിടെ റോബോട്ട് ഉണ്ടാവും, റോബോട്ട് അവരെ രക്ഷപ്പെടും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ജേണൽ വായിച്ചു, അത് ഭയങ്കര രസമാട്ടാ. അതായത് ഒരു ഡോർമെറ്ററി പോലൊരു സംഭവം, അവിടെ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ നടക്കുന്ന സംഭവമല്ല, വിഷ്വലൈസ് ചെയ്യുന്നതാണ്. ഒരു 50-60 കൊല്ലം കഴിയുമ്പോൾ നമുക്കൊക്കെ ബെഡിനൊക്കെ സ്പേസും നമ്പറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 10 ബെഡിന് ഒരു റോബോട്ടൊക്കെ അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ശബ്ദമൊക്കെ അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ശബ്ദം ഈ കട്ടിലേക്ക് എടുത്തിട്ട് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് റോബോട്ടിന് അറിയാം ഇത്ര നമ്പർ കട്ടില് ഇത്രാമത്തെ ആള്, അയാളുടെ കംപ്ലീറ്റ് ഹെൽത്ത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഫീഡാ ടക്കുന്ന് വരുന്നു. അപ്പം യൂറിന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോടുന്നു, തിരിച്ചു കെടുത്തുന്നു. മരുന്ന് സമയങ്ങളൊന്നും അതൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ആവശ്യങ്ങൾക്ക് മാത്രമേ വിളിക്കണ്ടൂ. അതൊക്കെ കറക്റ്റായിട്ട് എടുത്തു കൊടുക്കുന്നു. ഇത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് അത് ഇങ്ങനെ വരുന്നതല്ലാതെ ഒരു തഴുകലോ സ്നേഹമോ ഇങ്ങനത്തെ അതൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല, ആ ഒരു വീഡിയോ കേട്ടോ. അപ്പം നിങ്ങളുടെ കാലത്ത് അതുപോലെ വരികയാണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിന് കുറച്ച് ദാഹിക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ ഉറപ്പാണ്. കല്യാണം കഴിച്ച് മക്കളൊക്കെ വേണമെന്ന് പറയണതുണ്ട്. റോബോട്ട് ഭക്ഷണം തരും, പക്ഷേ നമുക്ക് സ്നേഹം തരാൻ. നിനക്ക് കല്യാണം കഴിക്കാനുള്ള പ്ലാൻ എന്താ? ഞാൻ ചോദിക്കട്ടെ. എനിക്ക് കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ട്. പ്ലാൻ ഉണ്ടോ? കുട്ടികൾ ഉണ്ടാവണം, 1-2, അതിൽ കൂടുതൽ പറ്റില്ല. എങ്ങനെ നോക്കും? ഈ ചെലവ് ഒക്കെ വെച്ച് നമുക്ക് നോക്കാൻ പറ്റുമോ? ഇനിയിപ്പോ കുട്ടികൾ ഉണ്ടായാൽ തന്നെ അവര് നമ്മളെ നോക്കുന്നുള്ള എന്താ? അത് നിന്റെ കാലത്ത് മാത്രല്ല, ഇപ്പൊ ഉറപ്പില്ല. ഇപ്പൊ എന്റെ 2 പിള്ളേരുണ്ട്, രണ്ടും എവിടെയാന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ ഇവിടെ അറിയാ, പക്ഷെ അതുകൊണ്ട് അർത്ഥമില്ല. അവർക്ക് നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഫ്ലൈറ്റ് എടുത്തിട്ട് ഇവിടെ എത്താന്നല്ലാതെ അപ്പോഴേക്കും ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ലേ? ഇതെല്ലാം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ കെയർ വർക്കർ എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അവരൊക്കെ നമ്മൾ ഭയങ്കര താഴ്ത്തിയാ കാണുന്നത്. അതൊരു ലേബർ ക്ലാസ് ശരിയല്ലേ? അത് സത്യം. അവർക്ക് നല്ല ബഹുമാനം കൊടുക്കണം, നല്ല ഡിഗ്നിഫൈഡ് ഒരു പ്രൊഫഷൻ ആയിട്ട് അത് മാറ്റിയാൽ മാത്രമാണ് ഞങ്ങളെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് രക്ഷയുള്ളൂ. അവർക്ക് നല്ല സാലറിയും കൊടുക്കണം, അതൊരു ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ ആണ് എന്ന് കാണിക്കുകയും ചെയ്യണം. അതിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിലേ അത് ഭയങ്കര സത്യമായിട്ടാ. കാരണം എന്തെന്നറിയോ, ഇപ്പോൾ പലയിടത്തും എന്താ പറയുക, നിത്യ കൂലിയ അല്ലെങ്കിൽ എന്താണ് ഡെയിലി വേജസ് എന്ന് പറഞ്ഞിട്ട് ഇവരെ പെർമനന്റ് ആക്കൂല. വാസ്തവത്തിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കറക്റ്റ് സൗകര്യങ്ങൾ, എല്ലാ അവർക്കുള്ള പെൻഷൻ, ഗ്രാറ്റുവിറ്റി, മറ്റുള്ള സംഭവങ്ങൾ എല്ലാ ഗവൺമെന്റ് ജോലിക്കാർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ നമ്മളുടെ ഭാഗമാണ് എന്ന് കണക്കാക്കുന്ന ഒരു സമൂഹം വരികയാണെങ്കിൽ കെയർ ടേക്കറുടെ പണിയെടുക്കാനായിട്ട് ആളുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ് 2 ഭാര്യയും ഭർത്താവും ജർമ്മനിയിലാണ്, കുട്ടികൾ ഇവിടെയാണ്. എന്തിനാ പോയിക്കണെന്നറിയോ? വയസ്സന്മാരെ നോക്കാൻ. അവിടെ അത് ഡിഗ്നിഫൈഡാ, നല്ല ശമ്പളാ. ഇവർ രണ്ടാളും പോയിട്ടുണ്ട്. ഇവർ പോവില്ല. ഇതേപോലെ ശമ്പളം അത്രയ്ക്കല്ലെങ്കിലും നമ്മളുടെ ഇതിനനുസരിച്ച് ഗവൺമെന്റിൽ കിട്ടുന്ന നല്ല ശമ്പളം കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവരിവിടെ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ആളെ ഈ പറഞ്ഞ ഇതിന് കിട്ടാനൊന്നും പോണില്ല. ഇതാണ് ഉണ്ടാവാൻ പോണത്. രണ്ടാമത്തെ കേസ്, ഇവിടെ വയസ്സായിട്ടുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസിലില്ല. ഇവിടെ പിള്ളേർക്ക് നോക്കാൻ പെഡോളജി ഉണ്ട്, ഓൺകോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, എല്ലാം ഉണ്ട്. വയസ്സന്മാരെ നോക്കാനായിട്ടുള്ള സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്? സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മെഡിസിൻ ഒരു യൂറോപ്യൻ കൺട്രിയിൽ യൂറോപ്പിലും US-ലും ജിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആ സാധനമൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം. ഗവൺമെന്റ് അതിനു വേണ്ടി ബഡ്ജറ്റ് അലൊക്കേറ്റ് ചെയ്യണം. നമ്മുടെ മെഡിക്കൽ കോളേജസിലൊക്കെ അതൊരു സ്പെഷ്യാലിറ്റി ആക്കി മാറ്റണം. അല്ല, ഞാൻ ഒരു സംശയം. അപ്പൊ ഈ പാലിയേറ്റീവ് കെയർ എന്നൊക്കെ പറയുന്നത് എന്താ? പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരിക്കുന്നവരെ ഇനി മരുന്ന് ഉപേക്ഷിച്ച് അവരെ പെയിൻ കില്ലറൊക്കെ കൊടുത്ത് സുഖമായി മരിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. വീടുകളിൽ ഡോക്ടർമാർ വന്നിട്ട് അവർക്ക് വേണ്ട ചെറിയ അല്ല ജീവിതശൈലി രോഗങ്ങൾ അവർ വന്ന് ചെക്കപ്പ് ചെയ്യലും മരുന്ന് കൊടുക്കലൊക്കെ ഉണ്ടല്ലോ. അത് എൻഡ് സ്റ്റേജ് ആണ്. ഒരു ടെർമിനേറ്റിംഗ് സ്റ്റേജിൽ പാലിയേറ്റീവ് കെയർ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യ ഒറ്റയ്ക്കാ, നിങ്ങളവിടെയാ? ഞാനും എന്റെ മോളുണ്ട് ഇപ്പോ. അവരിപ്പോ
വീട് വെച്ച് പോകും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? ആശുപത്രിയിൽ പോകണം. കാലുകൊണ്ട് വയ്യാന്ന് പറയുന്നുണ്ട്, ഭർത്താവിനും കാലുകൊണ്ട് വയ്യ, എന്ത് ചെയ്യും? ആരുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഇതാണ് പറഞ്ഞത്. അവിടെ പാലിയേറ്റീവ് കെയർ ഒന്നും വരില്ല. അത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ വരും. അത് ശരിയാ. അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മയ്ക്ക് 90 വയസ്സായി. അമ്മയുടെ അടുത്ത് വരുന്നുണ്ട് പാലിയേറ്റീവുകാർ. ഇടയ്ക്ക് 2 മാസം 3 മാസം കൂടുമ്പോൾ വന്ന് ഷുഗറും പ്രഷറൊക്കെ നോക്കിയിട്ട് പോകും. അല്ല, അത് സംഭവം നല്ല കാര്യമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. ആ സപ്പോർട്ട് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അവിടെ ബാക്കി നോക്കാൻ ആളുണ്ടോ എന്നുള്ളൊരു വിഷയമില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര ആളുണ്ടായാലും പാലിയേറ്റീവ് കെയർ വരും. ആ ഒരു കാര്യങ്ങൾ അവർ ചെയ്തിട്ട് പോകും. അതിന് കുഴപ്പമില്ല. അത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇതിനുള്ള ഒരു സൊല്യൂഷൻ അതാവണില്ല. അതുപോലെ ഈ പകൽ വീടുകള് ഒക്കെ ഉണ്ടല്ലോ, ആള് വയസ്സായവർക്ക് വന്നിരിക്കാനും വിനോദങ്ങൾക്കൊക്കെ വേണ്ടിട്ട് നമ്മളുടെ ബേബി കെയർ ഇല്ലേ, ബേബി കെയർ എന്താ? അപ്പൊ ഇതേപോലെ തന്നെ അത് ഈ അറ്റത്ത് തുടക്കത്തില് ഇത് നമ്മളുടെ അവസാന കാലത്തുള്ള ഇത് ഒരു ഡേ കെയർ. അവിടെയുണ്ട് കളി, ഭക്ഷണം, പിന്നെ അവരിടയ്ക്ക് ടൂർ കൊണ്ടുപോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 75 വയസ്സ് വരെ പോവാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പോവാൻ പറ്റുമോ? ബെഡ് റിട്ടേൺ ആളുകൾക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇല്ല. അതാണ് അതിന്റെ വ്യത്യാസം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അവരെ നോക്കാനാണ് നമ്മള് ഗവൺമെന്റ്. അല്ല, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഡേ കെയറും അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമായിട്ട് വരുന്നില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് മിനിസ്ട്രി ലെവലിലും മന്ത്രിമാരുടെ ലെവലിലും എല്ലാ ലെവലിലും യുവത്വങ്ങളും എല്ലാവരും കൂടി അതിനെ സഹകരിച്ച് ആലോചിച്ച് തല പുണ്ണാക്കിയാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ടുള്ള സർവീസ് കൊടുക്കാനും പറ്റണം. എന്നാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ ഗ്രൗണ്ടഡും ആയിരിക്കണം നമുക്ക്. എന്നാൽ മാത്രം കാര്യമുള്ളൂ. പ്ലസ് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പോരാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള കെയർ ടേക്കേഴ്സിനെ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. ട്രെയിൻഡ് ആയിരിക്കണം അവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു പാരാമെഡിക്സ് ആയിട്ട് ഡിപ്ലോമയൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിക്കണം. ഇവിടെ അതിനൊരു കോഴ്സ് തന്നെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ കുഴപ്പം? വയസ്സന്മാരെ നോക്കുന്ന രീതി, ഒരു ഡിപ്ലോമ. ഈ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ജോലി കിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ? ഈ കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായി ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ഡിപ്ലോമ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി സ്റ്റാർട്ടപ്പ് തുടങ്ങാട്ടോ. നല്ലൊരു ഐഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണെങ്കിൽ ഈ ഇവിടെയുള്ള ആളുകളെല്ലാം വിദേശത്തേക്ക് കൊണ്ട് ആവശ്യമുണ്ടോ? അവർക്ക് ഇവിടെ തന്നെ പറയണേ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിന് വിദേശത്ത് വീണ്ടും വില കൂടും. അപ്പൊ അവരെ നല്ല രീതിയിൽ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കാര്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവര് ഇവിടെ നിന്ന് പഠിച്ച ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് അവർ അങ്ങോട്ട് പോകും.